BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പൊങ്കാല പൊങ്കാല ആയിരം മംഗമായി അമ്മയ്ക്കു നൽകും പൊങ്കാല 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 പൊങ്കാല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും തീപാർന്ന ത്രികോണ മത്സരമാണ് നടക്കാനിരിക്കുന്നത്. നിലവിലെ സീറ്റുകൾ നിലനിർത്താൻ LDFും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന്റെ ബലത്തിൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ UDFും ഒപ്പം NDAയും ശക്തമായി രംഗത്തുണ്ട്. ശബരിമല വിഷയത്തിൽ പോരാടിയ NDA സഖ്യം ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാനുള്ള ഓട്ടത്തിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിലും LDF വിജയക്കൊടി പാറിച്ചു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടിയെന്നതാണ് UDF വയ്ക്കുന്ന പ്രതീക്ഷ. അതുമാത്രമല്ല, 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും മേൽക്കൈ നേടാൻ UDFന് സാധിച്ചിരുന്നു. ഒരു സംവരണ സീറ്റ് ഉൾപ്പെടെ 5 നിയമസഭാ സീറ്റുകളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF കാഴ്ചവെച്ച അപ്രതീക്ഷിതമായ മുന്നേറ്റം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലുടനീളം പ്രത്യേകിച്ച് തിരുവല്ല മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷകൾക്ക് വഴി തുറക്കുന്നുണ്ട്. തിരുവല്ല മുനിസിപ്പാലിറ്റിയും കടപ്ര, കവിയൂർ, കുട്ടൂർ, നെടുമ്പ്രം, നിരണം, പെരിങ്ങര, ആനിക്കാട്, കല്ലുപാറ, മുല്ലപ്പള്ളി, പുരമറ്റം, കുന്നത്താനം എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് തിരുവല്ല മണ്ഡലം. നിലവിലെ തിരുവല്ല മുനിസിപ്പാലിറ്റി UDFന്റെ കരുത്തുറ്റ കോട്ടയാണ്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തത് ജില്ലയിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയതിന്റെ വ്യക്തമായ സൂചനയാണ്. ജില്ലയിലെ 4 നഗരങ്ങളിൽ 3 UDF ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൽ അടൂരും പത്തനംതിട്ടയും LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കുകയായിരുന്നു. BJPയുടെ കൈവശമായിരുന്ന 12 നഗരസഭയിൽ ഇത്തവണ LDF ഒന്നാമതെത്തി. UDF 11 സീറ്റിൽ നേടിയപ്പോൾ BJP 9 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ UDFന്റെ അശ്വമേധമാണ് ഇത്തവണ കാണാൻ സാധിച്ചത്. ജില്ലയിലെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7ലും UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരം ഉറപ്പിച്ചു. 2020 കേവലം 13 പഞ്ചായത്തുകൾ മാത്രം ഒതുങ്ങിയ UDF ഇത്തവണ ആകെയുള്ള 53ൽ 34 പഞ്ചായത്തുകളിലും വിജയിച്ച് വമ്പൻ മുന്നേറ്റമാണ് നടത്തിയത്. താഴെത്തട്ടിലെ ഈ അപ്രതീക്ഷിത വിജയം തിരുവല്ല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ കാറ്റ് വീശുന്നുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് UDF കേന്ദ്രങ്ങൾ. തിരുവല്ല നിയമസഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ LDFന്റെ സിറ്റിംഗ് MLA മാത്യു ടി തോമസ് തുടർച്ചയായ 5ാം തവണയും ജനവിധി തേടുന്ന മണ്ഡലമാണ് തിരുവല്ല. 1987 തെരഞ്ഞെടുപ്പിലും മാത്യു ടി തോമസ് മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചിരുന്നു. 2006 മുതൽ LDFനെ മാത്രമേ മണ്ഡലം വിജയിപ്പിച്ചിട്ടുള്ളൂ. ശബരിമല വിഷയം ആളിക്കത്തുമ്പോഴും മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം തന്നെയായിരുന്നു. UDFൽ ജില്ലയിൽ ഘടകകക്ഷികൾക്കുള്ള ഏക സീറ്റായി ഇവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അഡ്വക്കേറ്റ് വർഗീസ് മാമനാണ് സ്ഥാനാർത്ഥി. NDAയിൽ BJP മത്സരിക്കുന്ന ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് സ്ഥാനാർത്ഥി. 2021 തെരഞ്ഞെടുപ്പിൽ മാത്യു ടി തോമസ് നേടിയത് 62,178 വോട്ടുകളായിരുന്നു. കേരള കോൺഗ്രസിന്റെ കുഞ്ഞുകോശി പോൾ നേടിയത് 50,757 വോട്ടുകളും BJPക്ക് 22,674 വോട്ടുകളും തിരുവല്ല മണ്ഡലത്തിൽ നിന്ന് നേടാൻ സാധിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഭകളുടെ സാന്നിധ്യവും ഹൈന്ദവ സമുദായങ്ങളുടെ സ്വാധീനവും മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ്. രാഷ്ട്രീയമായി എപ്പോഴും കടുത്ത മത്സരത്തിന് വേദിയാകുന്ന ഒരു മധ്യ തിരുവിതാംകൂർ മണ്ഡലമാണിത്. സിറിയൻ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ്, മാർത്തോമ, കത്തോലിക്ക സഭകൾക്ക് ഇവിടെ വലിയ സ്ഥാപനപരമായ അധികാരമുണ്ട്. ക്രൈസ്തവ വോട്ടർമാർ പരമ്പരാഗതമായി UDFനോട് ആഭിമുഖ്യം പുലർത്തുന്നുണ്ടെങ്കിലും സമീപകാലത്ത് അത് പ്രായോഗികമായി രാഷ്ട്രീയ നിലപാടുകളിലേക്ക് മാറുകയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിൽ ഈഴവ, നായർ സമുദായങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. SNDP ശൃംഖലയിലൂടെ ഒന്നിച്ചു നിൽക്കുന്ന ഈഴവ വോട്ടുകൾ ക്ഷേമ പദ്ധതികളിലൂടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുന്നതാണ് പതിവ് കാഴ്ചകൾ. ആറന്മുള നിയമസഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ മന്ത്രിമണ്ഡലമാണ് ആറന്മുള. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം കൂടിയാണിത്. 2016 മുതൽ വീണ ജോർജാണ് മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത്. 3 മുന്നണികൾക്കും നല്ല വളക്കൂറുള്ള മണ്ണാണ് ആറന്മുള. സിറ്റിംഗ് സീറ്റിൽ 3ാം ഊഴത്തിനായി ഇറങ്ങുന്ന മന്ത്രി വീണ ജോർജിന് തുടക്കം മുതലുള്ള വിവാദങ്ങളുടെ കരിനിഴൽ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിലെ യുവനേതാവ് അബിൻ വർക്കിയാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്ന് അബിൻ വർക്കിയെ ഇവിടെ നിയോഗിച്ചത് സാമുദായിക സമവാക്യങ്ങളെ കൂടി കണക്കിലെടുത്താണ്. വീണ ജോർജിനെതിരെയുള്ള ആരോപണങ്ങൾ തുണയ്ക്കുമെന്ന് തന്നെയാണ് UDF കരുതുന്നത്. BJPക്കും മണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട്. മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരനാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74,950 വോട്ടുകളാണ് വീണ ജോർജ് നേടിയത്. 55,947 വോട്ടുകളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ K ശിവദാസൻ നായർ നേടിയെടുത്തത്. 19,003 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു വീണ ജോർജ് വിജയക്കൊടി പാറിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7,646 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു K ശിവദാസൻ നായരെ പരാജയപ്പെടുത്തി വീണ ജോർജ് നിയമസഭയിലെത്തിയത്. ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ ഉണ്ടെന്നാണ് UDF ആരോപിക്കുന്നത്. ഇത് തന്നെയാണ് UDFന്റെ മണ്ഡലത്തിലെ പ്രതീക്ഷയും. റാന്നി നിയമസഭാ മണ്ഡലം പരിശോധിച്ചാൽ
1996 മുതൽ ഇടതുപക്ഷത്തിനോടൊപ്പം മാത്രം നിന്ന മണ്ഡലമാണ് റാന്നി. UDFന്റെ കുത്തക മണ്ഡലമായിരുന്ന റാന്നി രാജു എബ്രാഹിമിലൂടെ LDF പക്ഷത്തേക്കായിരുന്നു. 1996 മുതൽ 2016 വരെ 5 തവണ രാജു എബ്രഹാം തന്നെയായിരുന്നു മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയത്. 2020 കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പ്രമോദ് നാരായണൻ ആണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. റിങ്കു ചെറിയനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. കേവലം 1285 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രമോദ് നാരായണൻ വിജയിച്ചത്. വന്യജീവി ശല്യം, കൃഷിനാശം, നഷ്ടപരിഹാരം ലഭിക്കുന്നതിലെ കാലതാമസം എന്നിവയ്ക്കെതിരെയുള്ള ജനരോഷം വോട്ടുകളിൽ പ്രകടമായിരുന്നു. എങ്കിലും സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പെൻഷനുകളും ലൈഫ് മിഷൻ പദ്ധതികളും പാവപ്പെട്ട വോട്ടർമാരെ ഇടതുപക്ഷത്തിനൊപ്പം നിർത്തിയെന്നും കാണാൻ സാധിക്കും. ഇത്തവണ LDFന് വേണ്ടി പ്രമോദ് നാരായണൻ തന്നെയാണ് മത്സരിക്കാനായി കളത്തിലിറങ്ങുന്നത്. സംഘടനാ രംഗത്ത് പരിപാടിയായി ഉയർന്ന് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയ കോൺഗ്രസിലെ വഴക്കുളം മധുവിനെയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്. NDAയിൽ കഴിഞ്ഞ തവണ BDJS മത്സരിച്ച ഇവിടെ ഇത്തവണ BJP മത്സരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അപ്രതീക്ഷിത ട്വിസ്റ്റാണ് സംഭവിച്ചത്. 2020ക്കാണ് NDA സീറ്റ് കൊടുത്തിരിക്കുന്നത്. വ്യവസായിയായ തോമസ് കെ ശാമുവേലാണ് NDA സ്ഥാനാർത്ഥി. കോന്നി നിയമസഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ അട്ടിമറി വിജയത്തിലുള്ള LDF നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു പിടിച്ച മണ്ഡലമാണ് കോന്നി. മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ഹിന്ദു കുടിയേറ്റ വിഭാഗങ്ങൾ, ശക്തമായ SNDP സ്വാധീനമുള്ള ഈഴവ സമുദായം, കൃഷിയും വ്യാപാരവും ചെയ്തു വരുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ എന്നിവരാണ് കോന്നിയിലെ പ്രധാന വോട്ടർമാർ. സിറ്റിംഗ് MLA LDFിലെ ജിനീഷ് കുമാർ 3ാം വട്ടമാണ് മത്സരരംഗത്തിറങ്ങുന്നത്. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കൂടിയായ സതീഷ് കൊച്ചുപറമ്പിലിനെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് UDF ശ്രമിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലുടനീളം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ UDF കാറ്റ് തന്നെയാണ് കോന്നി മണ്ഡലത്തിലും UDFന്റെ പ്രതീക്ഷ. അടൂർ പ്രകാശ് 5 തവണ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണിത്. അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലാണ് അട്ടിമറി സംഭവിക്കുകയും ഇടതുപക്ഷം മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തത്. ചെറിയ ഭൂരിപക്ഷത്തിനാണ് 2 പ്രാവശ്യവും ജിനീഷ് കുമാർ വിജയിച്ചത്. 2020 തെരഞ്ഞെടുപ്പിൽ 8508 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജിനീഷ് കുമാർ വിജയിച്ചത്. 2019 9953 വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി P മോഹനൻ രാജിനെ പരാജയപ്പെടുത്തിയത്. അടൂർ നിയമസഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ ജില്ലയിലെ ഏക സംവരണ സീറ്റാണ് അടൂർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ മണ്ഡലമാണിത്. 2011 മുതൽ 2021 വരെ ചിറ്റയം ഗോപകുമാർ ആക്കി വന്ന മണ്ഡലമാണിത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ സിറ്റിംഗ് സീറ്റിൽ യുവ വനിതാ സ്ഥാനാർത്ഥി പ്രീജി കണ്ണനെയാണ് LDFന് വേണ്ടി CPM ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശാന്താകുമാറിനെയാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF നിയോഗിച്ചിരിക്കുന്നത്. കോൺഗ്രസിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ഏതാനും വർഷം മുൻപ് BJPയിലെത്തിയ അഡ്വക്കേറ്റ് പന്തളം പ്രതാപനാണ് NDA സ്ഥാനാർത്ഥി. 2021 വെറും 2919 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ചിറ്റയം ഗോപകുമാറിന് ലഭിച്ചത്. മണ്ഡലത്തിൽ BJPക്ക് അടിത്തറ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും തീ പാർന്ന ത്രികോണ മത്സരം നടക്കുമെന്നതിൽ സംശയമില്ല. നിലവിലെ സീറ്റുകൾ നിലനിർത്താൻ LDFും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന്റെ ബലത്തിൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ UDFും ഒപ്പം NDAയും ശക്തമായി രംഗത്തുണ്ട്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.